പുതിയതായിട്ട് ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിപ്പോൾ ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഒരു പുതിയൊരു കണ്ടന്റ് ക്രിയേഷൻ ജേർണി ആയിക്കോട്ടെ, ഒരു ജോബ് ആയിക്കോട്ടെ, ഒരു വാട്ട് എവർ ഇഫ് ഇറ്റ് ഈസ്, നിങ്ങളൊരു പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഫ്രം മൈ ഹാർട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, സ്റ്റാർട്ട് കോപ്പിങ്. അതായത് നിങ്ങൾ നിങ്ങളായിട്ട് ഇന്നോവേറ്റ് ചെയ്യേണ്ടതെന്നോ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരണമെന്നോ ഒന്നുമല്ല. അതേസമയം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പതച്ചു നിൽക്കുന്ന ഒരു ടൈമൊക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെയാണ് ഇത് ചെയ്യുക, എനിക്കൊരു ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെയാ അത് എത്തുക, അങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള കാര്യം, ഇതിന് മുന്നേ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തിട്ടുള്ള പല ആൾക്കാരും ഉണ്ടാവും. അപ്പൊ ഒരു കണ്ടന്റ് ക്രിയേഷൻ ആണെങ്കിൽ നിങ്ങളുടെ നിഷില് കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ടാവും. ഒരു ബിസിനസ് ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിൽ സക്സസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരെന്താണ് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്യുക, അത് കോപ്പി ചെയ്യുക. കാരണം എല്ലാവരും പറയുന്നത് നമ്മുടേതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ കാര്യമുള്ളൂ. ഇനീഷ്യൽ ടൈമിൽ നമുക്ക് കോപ്പി ചെയ്യാം. ആഫ്റ്റർ ഒരു പെർട്ടിക്കുലർ നമുക്ക് ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയാസ് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. കോപ്പി ചെയ്യുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. കാരണം എല്ലാം നമ്മൾ കോപ്പി ചെയ്തിട്ട് തന്നെയല്ലേ ആദ്യം നമ്മൾ ഓരോ അക്ഷരങ്ങളും ഈ ചെറുപ്പത്തിൽ എങ്ങനെ എഴുതാൻ പഠിച്ചത്, അത് നോക്കിയിട്ട് ഇങ്ങനെ കോപ്പി ചെയ്യുക. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ മറ്റുള്ളവർ പറയുന്നത് റിനോവേറ്റ് ചെയ്ത് ചിലർ പാടുന്നുണ്ട്, അത് ഹിറ്റാവലുണ്ട്. സോ കോപ്പി ചെയ്യുന്നത് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് അല്ല. പലരും അയ്യോ ഇത് കോപ്പി അല്ലേ, ഒരാൾ സക്സസ് ആയിട്ടുള്ള കാര്യം ഇയാൾ ട്രൈ ചെയ്യാൻ സക്സസ് ആവാനായിട്ട് അതിൽ എന്ത് തെറ്റാണുള്ളത്? എന്നെ സംബന്ധിച്ചു ദർ ഇസ് നോ മിസ്റ്റേക്ക്. സോ ഇനീഷ്യലി നിങ്ങൾക്ക് ട്രാക്കിലോട്ട് വരുന്നവരെ നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റ്സ് എടുത്ത് എക്സാക്ട്ലി കോപ്പി ചെയ്താലും ഒരു കുഴപ്പമില്ല. ബട്ട് വൺസ് നമ്മുടെ ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് വന്നതിന് ശേഷം കണ്ടന്റ്സ് പലയിടത്തും എടുക്കാം. ബിസിനസ് ആയിക്കോട്ടെ, പലയിടത്തും ഐഡിയാസ് എടുക്കാം. നമ്മുടേതായിട്ടുള്ള ഒരു ഇതുകൂടെ അതിനകത്ത് ഇടാം. അത് നമ്മുടെ കൂടി ഐഡിയാസ് മിക്സ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു പെർട്ടിക്കുലർ ഡിഷ് നമ്മൾ ഡെലിവർ ചെയ്യാം. അത്രേ ഉള്ളൂ എല്ലാത്തിലും. അല്ലാതെ കോപ്പി ചെയ്യുന്നത് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് അല്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ടേക്ക് ഇൻസ്പിറേഷൻ ഫ്രം അതേഴ്സ് ആൻഡ് ക്രിയേറ്റ് സംതിങ് ബൈ യുവർ ഓൺ. രണ്ടാമത്തെ കാര്യം ഒബ്സർവ്. ലൈക്ക് എന്താണ് നടക്കുന്നത്, ചുറ്റും എന്താ നടക്കുന്നത്, ലൈക്ക് എന്താ നമുക്ക് വർക്ക് ആവുക. ചിലപ്പോൾ വേറൊരാൾക്ക് വർക്ക് ആവുന്നത് നമുക്ക് വർക്ക് ആവുന്നില്ല. അതേസമയം നമ്മുടെ ഒരു യുണീക് സ്റ്റൈൽ ഉണ്ടാവും, അത് ചിലപ്പോൾ നമുക്ക് വർക്ക് ആവാം. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് നമ്മുടെ ഒരു യുണീക് സ്റ്റൈലിൽ ഡെലിവർ ചെയ്യാനും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബിസിനസ് ഐഡിയ നമ്മളിൽ എങ്ങനെ, ചിലപ്പോൾ ആ ഒരു വ്യക്തി കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നല്ല ലെവലിൽ മാസ്റ്റർ ആയിട്ടുണ്ടാവും, ആ വ്യക്തി ആ ഒരു ബിസിനസ് നല്ല സക്സസ്ഫുൾ ആയിട്ടുണ്ടാവും. അതേസമയം നമുക്ക് ചിലപ്പോൾ ഒരു ലീഡർഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ നല്ല ലെവലിൽ വർക്ക്ഔട്ട് ആവുന്നുണ്ടാവാം, മോർ ദാൻ കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മൾ ഇതിന് ആ ഒരു ലീഡർഷിപ്പ് വേയിലൂടെ കൊണ്ടുപോയാലായിരിക്കും എന്താവാം, നമുക്ക് ഈ ഒരു ബിസിനസ് പെർട്ടിക്കുലർലി വർക്ക്ഔട്ട് ആവാം. അവൻ ചെയ്ത കാര്യം ഞാൻ ചെയ്തില്ലെങ്കിൽ വർക്ക്ഔട്ട് ആയില്ലാണ്ട് ഇരിക്കുകയല്ല വേണ്ട, ട്രൈ ചെയ്യാം. അറ്റ് ദ സെയിം ടൈം നമ്മുടേതായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ നോക്കുക. അത് എങ്ങനെ ഒബ്സർവ് ചെയ്യുക, നമ്മൾ ഒബ്സർവ് ചെയ്യുക, നമ്മുടെ ആക്ടിവിറ്റീസ് ഒബ്സർവ് ചെയ്യുക, ചുറ്റുള്ള ആൾക്കാർ എന്താ ചെയ്യുന്ന കാര്യം ഒബ്സർവ് ചെയ്യുക. അതിലൂടെ നമുക്ക് എങ്ങനെ വളരാം, ഒബ്സർവ് ചെയ്തിട്ട് അവനെ നോക്കി ഇരിക്കാനല്ല ഞാൻ പറയുന്നത്. അതിലൂടെ നമുക്ക് എങ്ങനെ വളരാൻ പറ്റും, നമുക്ക് എങ്ങനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് മുന്നോട്ട് ചെയ്യാൻ നോക്കും. ലാസ്റ്റ് ആൻഡ് തേർഡ് തിങ്, നമുക്കത് അറിയില്ല എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്യുക. അതായത് ഇപ്പൊ ഞാൻ കണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യണം, എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല, എനിക്കിത് പ്രോപ്പറായിട്ട് എവിടെ നിന്ന് കണ്ടന്റ്സ് എടുക്കാനൊന്നും അറിയില്ല, എനിക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്യാനൊന്നും അറിയില്ല. എനിക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്നുള്ളത് തന്നെയാണ്. അത് വെളിയിൽ പോയിട്ട് എല്ലായിടത്തും പോയിട്ട് പൊട്ടുഘോഷിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ അടുത്ത് തന്നെ പറയാം നമുക്കത് അറിയില്ല, നമുക്കിത് പഠിക്കണം എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്യുക. അതിനനുസരിച്ച് ആഫ്റ്റർ ദാറ്റ് ലേൺ ചെയ്യുക. എന്തൊരു കാര്യവും നമ്മള് കോപ്പി ആണെങ്കിലും ഒബ്സർവ് ചെയ്യണമെങ്കിലും ആദ്യം അതിനെക്കുറിച്ച് പഠിക്കണം. ഇരുന്ന് ആ ഒരു കാര്യത്തെ കുറിച്ച് ലേൺ ചെയ്യുക. എനിക്ക് അറിയില്ല, എനിക്ക് പഠിക്കണം, പഠിച്ചാലേ എനിക്ക് ചെയ്യാൻ പറ്റൂ, ചെയ്താലേ എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. സോ ലേൺ അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ തിങ് വിത്ത് എ നോട്ട് ആൻഡ് പെൻ. പലരും എന്താ പറയാ ലേൺ ചെയ്യുന്നതായിരിക്കും, അവിടെ ചിലപ്പോൾ വീഡിയോ കണ്ടായിരിക്കും, ജസ്റ്റ് കേട്ടിട്ട് വിടായിരിക്കും. പക്ഷെ ഫ്രം മൈ ഒപ്പീനിയൻ നമ്മൾ എത്രത്തോളം അത് നമ്മൾ എഴുതും. ചിലർ ഐപാഡിലും കാര്യങ്ങൾ എഴുതുന്നവരുണ്ട്, ഇറ്റ്സ് ഓക്കെ, നോട്ടും പെൻ ആയിക്കോട്ടെ, വാട്ടെവർ എഴുതുക. കാരണം നമ്മൾ എത്രത്തോളം എഴുതുന്നു ആ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ, അത് ചിലപ്പോൾ ഒരു ഓൾഡ് സ്കൂൾ ആയിരിക്കാം, ബട്ട് സ്റ്റിൽ ഐ വാണ്ട് ടു ടെൽ യു വൺ തിങ്, നമ്മൾ എഴുതുന്നതോടെ നമ്മുടെ മൈൻഡിൽ അത് ഓട്ടോമാറ്റിക്കലി കുറച്ചുകൂടി സ്റ്റോർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്, റൈറ്റ്? സോ അതുകൊണ്ട് നിങ്ങൾ ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സ്ട്രാറ്റജീസ്, നിങ്ങളുടെ ഐഡിയാസ് എത്രത്തോളം എഴുതാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ എഴുതുക. അത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി, നിങ്ങൾക്ക് ഞാനിപ്പോ പറയുമ്പോൾ ജസ്റ്റ് ചെറിയൊരു കാര്യമല്ലെന്ന് തോന്നും, പക്ഷെ ഗ്രാജുവലി ആഫ്റ്റർ സം ടൈം യു ക്യാൻ ഫീൽ ദാറ്റ് ആ ഒരു പെർട്ടിക്കുലർ റൈറ്റിംഗ് ഹാബിറ്റ് എത്രത്തോളം എന്റെ ലൈഫിൽ അല്ലെങ്കിൽ എന്റെ പെർട്ടിക്കുലർ ബിസിനസ്സിൽ, എന്റെ കണ്ടന്റ്സിൽ എനിക്ക് ചേഞ്ചസ് കൊണ്ടുവന്നു എന്നുള്ള കാര്യം ആഫ്റ്റർ എ പെർട്ടിക്കുലർ പീരീഡ്, അതായത് 6 മാസം ആവാം, 1 വർഷം ആവാം, ആഫ്റ്റർ എ ടൈം നിങ്ങൾ തന്നെ റിയലൈസ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവും. സോ റൈറ്റ് ഇറ്റ്, അതൊരു ചെറിയ കാര്യമൊക്കെ ആയിട്ട് തള്ളിക്കളയാതെ അതിനെ എഴുതാം. സോ ഈ 3 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഫസ്റ്റ് കോപ്പി ഇറ്റ്, സെക്കൻഡ് ഒബ്സർവ് ഇറ്റ്, തേർഡ് ലേൺ അബൌട്ട് ഇറ്റ്. അതായത് ഇങ്ങനെ വരുന്ന ഓർഡറിനെ ഇങ്ങനെ കൊണ്ടുവന്നു, ബട്ട് സ്റ്റിൽ ദിസ് ഈസ് ദ തിങ് ദാറ്റ് ഇഫ് യു ആർ സ്റ്റാർട്ടിങ് സംതിങ് ന്യൂ, ഈ 3 കാര്യങ്ങൾ ഫോളോ ചെയ്ത് ചെയ്യാൻ നോക്കുക. 6-7 മാസം മുന്നേ ഞാൻ കണ്ടന്റ് ക്രിയേഷൻ ഒന്നുകൂടി ഫ്രം ബേസിക് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള ഒരു 3 കാര്യങ്ങളാണിത്. ഇപ്പൊ എന്റെ ബിസിനസ് ഞാൻ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, ഞാൻ ഇനീഷ്യൽ ലെവലിൽ ഫൗണ്ടേഷൻ ആയിട്ട് ഫോളോ ചെയ്യുന്ന 3 കാര്യങ്ങളാണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ യാ, ഇറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ.